നമസ്കാരം. ദുഃഖം നിന്നിലാണ്, ദുഃഖ കാരണവും നിന്നിലാണ്. ദുഃഖത്തിൽ നിന്ന് സന്തോഷത്തിലേക്കുള്ള വഴിയും നിന്നിൽ നിന്ന് തന്നെ. എല്ലാവർക്കും നല്ലൊരു വെള്ളിയാഴ്ച നേരുന്നു. ഇന്ന് ഉണക്കപ്പുട്ട്, എനിക്കൊന്നും വേണ്ട. ശാരിക വിളിച്ചു കൂവി. വേണ്ടെങ്കിൽ നീ തിന്നണ്ട. മനുഷ്യ കണ്ടവരുടെ എച്ചിൽ പാത്രം കഴുകി ഉണ്ടാക്കുന്ന പൈസ കൊണ്ട് എന്തെങ്കിലും വെച്ച് കൊടുക്കുമ്പോ അവർക്ക് അഹങ്കാരം. എന്നാ ഈ പുട്ട് മാത്രമേ ഉള്ളോ? വല്ല ദോശയോ ഇഡലിയോ ഒക്കെ ഉണ്ടാക്കിയാൽ എന്താ? ഒഴുതിന് ചില്ലറ പൈസയൊന്നുമല്ല. 2 ദിവസമല്ലേ ആയുള്ളൂ അപ്പം ചുട്ടിട്ട്. എന്നും ഹോട്ടലിലെ പോലെ മെനു കാർഡ് പോലെ വെക്കാൻ എന്നെ കൊണ്ട് പറ്റില്ല. അമ്മേ, ശരി, നാളെ വേറെ എന്തെങ്കിലും ഉണ്ടാക്കാം. ഇന്ന് നീ ആ പുട്ട് കഴിക്ക്. മനസ്സില്ലാ മനസ്സോടെ അവൾ ആഹാരം കഴിച്ചു. ശാരിക സ്കൂളിലോട്ട് പോകുന്ന വഴി ഒരു വീടുണ്ട്. വീടല്ല, ബംഗ്ലാവ്. അവിടത്തെ കുട്ടിയും കോൺവെന്റിൽ പഠിക്കുകയാണ്, റീറ്റ. ഇപ്പോൾ കുറച്ചു ദിവസമായതേ ഉള്ളൂ റീറ്റ കോൺവെന്റിൽ ചേർന്നിട്ട്. അതുവരെ അമേരിക്കയിലായിരുന്നു. ശാരിക റീറ്റയോട് അമേരിക്കയിലെ വിശേഷങ്ങളൊക്കെ ചോദിച്ചറിയും. എന്നിട്ട് സ്വയം വിഷമിക്കും. എനിക്ക് സ്വപ്നത്തിൽ പോലും അമേരിക്കയിൽ പോകാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ആ റീറ്റയായി ജനിച്ചാ മതിയായിരുന്നു, അമേരിക്കയിലൊക്കെ പഠിച്ച്. എനിക്ക് മാത്രം എന്താ ഇങ്ങനെ ഒരു വിധി? അവളുടെ വീടൊന്ന് കാണണം. വീടല്ല, കൊട്ടാരം. ഇതോ കുടില്. അല്ലാതെ എന്ത് പറയാനാ? ഇതൊരു വീടാണോ? അമ്മേ, നമുക്കെന്താ നല്ലൊരു വീടില്ലാത്തത്? എന്റെ മോള് നല്ലോണം പഠിക്കും, നല്ല ജോലി വാങ്ങണം, എന്നിട്ട് നമുക്ക് വലിയൊരു വീട് വയ്ക്കും. ശാരിക ഒന്നും പറയാതെ നിരാശയോടെ തിരിച്ചുപോയി. ആ റീറ്റയുടെ വീട്ടിൽ എന്നും ചിക്കനും മീനും ഒക്കെ ആയിരിക്കും ഉച്ചയ്ക്ക്. അതല്ലേ അവള് മാത്രം വീട്ടിൽ പോയി ആഹാരം കഴിക്കുന്നത്. കൊണ്ടാക്കാനും വിളിച്ചോണ്ട് വരാനും എല്ലാം കാറ്. യോഗം. അവളെപ്പോലെ ജനിക്കണം. പിന്നീട് അങ്ങോട്ട് ശാരികയ്ക്ക് ഉറക്കമില്ലാത്ത രാത്രികളായിരുന്നു. എന്നും വിഷമം. റീറ്റയ്ക്ക് അതുണ്ട്, റീറ്റയ്ക്ക് ഇതുണ്ട്, എനിക്ക് മാത്രം ഒന്നുമില്ല. പരാതി പരാതി പരാതി. കേട്ട് കേട്ട് അവളുടെ അമ്മയ്ക്ക് പോലും കലി വന്നു. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം ക്ലാസ്സിൽ റീറ്റ ബോധം കെട്ട് വീണു. എല്ലാവരും ചേർന്ന് ആശുപത്രിയിൽ കൊണ്ടുപോയി. പാവം കുട്ടി, ലാസ്റ്റ് സ്റ്റേജ്. ഒരുപാട് ട്രീറ്റ്മെന്റ് ഒക്കെ ചെയ്തു. പാവം, അതിന് നേരെ ആഹാരം കഴിക്കാൻ പോലും പറ്റില്ല. ഫ്രൂട്ട്സ് മാത്രമാണെന്ന് തോന്നുന്നു കഴിക്കുന്നത്. അതും ഡോക്ടർ പറഞ്ഞിട്ടുള്ള ഫ്രൂട്ട്സ്. കുട്ടികൾ അറിയണ്ടെന്ന് വെച്ചിട്ടാ മദർ ഉച്ചയ്ക്ക് വീട്ടിൽ പറഞ്ഞു വിടുന്നത് അതിനെ. പാവം തന്നെ. അതിന് വേദന സഹിക്കാനാ യോഗം. ടീച്ചർമാർ സ്റ്റാഫ് റൂമിൽ റീറ്റയുടെ കാര്യങ്ങൾ പറയുന്നത് ശാരിക കേട്ടു. അവളൊന്ന് ഞെട്ടി. ദൈവമേ, എനിക്ക് നല്ല ആരോഗ്യമുണ്ട്, നല്ല ഭക്ഷണം കഴിക്കാൻ പറ്റുന്നുണ്ട്. എന്നിട്ടും റീറ്റയെ പോലെ ആവണമെന്ന് പറഞ്ഞു പറഞ്ഞു ഞാൻ എന്തുമാത്രം വിഷമിച്ചു, ദുഃഖിച്ചു. എന്റെ നല്ല വശങ്ങൾ ഞാൻ നോക്കിയില്ല, അവളുടെ ദുഃഖങ്ങൾ ഞാൻ കണ്ടതുമില്ല. എനിക്കുള്ളതിൽ ഞാൻ സന്തോഷിക്കാതെ വിഷമിച്ചുകൊണ്ടേയിരുന്നു. അവൾ വീട്ടിലെത്തി. അമ്മേ, ആ വന്നോ? നീ വഴക്ക് പറയരുത്, ഈ ചക്ക മാത്രമേ ഇവിടെ കഴിക്കാനുള്ളൂ. ഇങ്ങത്താ. അവൾ കൊതിയോടെ ആസ്വദിച്ച് ചക്ക കഴിക്കുന്നത് കണ്ട് അവളുടെ അമ്മ തന്നെ അതിശയിച്ചു പോയി. അവൾ ദുഃഖങ്ങൾ മറന്ന് സന്തോഷിക്കാൻ തുടങ്ങി. എല്ലാവർക്കും നല്ലൊരു വെള്ളിയാഴ്ച നേരുന്നു. ശുഭദിനം.